ഈ സന്ദർഭത്തിലൊരു ദീർഘമായ ഭാഷണം ഭൂഷണമല്ല എന്ന് എനിക്കറിയാം. കാണാൻ കൊതിച്ചൊരു മുഖമായിരുന്നു പ്രിയപ്പെട്ട സൽമാൻ അസേരിയുടേത്. എപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഡിബേറ്റുകൾ കാണും, പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എപ്പോഴും ലൈക്ക് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ്, വളരെ വലിയ സാഗരമാണ്. കടലിനൊരു ചരിത്രമുണ്ട്. കടൽ എപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടൽ പുറന്തള്ളും. ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും, ചത്താലും എവിടെ ഉണ്ടാവും? ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും. കണ്ടിട്ടില്ലേ? എന്താ കടലിൽ സ്ഥലമില്ലാത്തോണ്ടാ? അല്ല, കടലിന് വൃത്തിഹീനമായ സംഗതിയൊന്നും കടലിന് വേണ്ട എന്നുള്ളതാണ്. സമസ്ത ഒരു മഹാസാഗരമാണ്, സമസ്ത ഒരു മഹാസാഗരമാണ്. ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പോഴത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ്, സംശയമില്ല. അൽഹംദുലില്ലാ വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവരൊക്കെ പടച്ചവൻ ഒന്നാണ് പുറത്തേക്ക് പോയെങ്കിൽ എന്നുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പൂതിണ്ട്. കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നാസിർ ഫൈസി, തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്വയം ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഇവിടുന്ന് പറയണം. ഇനി കുറെ ആളുകൾ പോകാണ്ട്, ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ സമസ്തയുടെ ഹാദിമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എത്രക്ക് ഇനി പോകാണ്ട് ഒലക്കൺ പോകണം. 100ന്റെ സമ്മേളനത്തിൽ ഇവിടെ നിന്ന് നമ്മൾ കാണരുത്, നല്ല നിലക്ക് വന്നോട്ടെ. അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സമസ്ത നമുക്ക്